അതിന് മുദ്രാട്ടം വിളിക്കുക പെട്ടെന്ന് വന്ന പരിപാടിയാ എല്ലാവരും നടന്നു പ്രതിഷേധം പ്രതിഷേധം ബിജെപിയുടെ പ്രതിഷേധം ബിജെപിയുടെ പ്രതിഷേധം ബിജെപിയുടെ പ്രതിഷേധം ബിജെപിയുടെ പ്രതിഷേധം വീണ 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 ജോർജ് വീണ 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 ജോർജ് വീണ 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 ജോർജ് വീണ വീണ ജോർജ് രാജിവെക്കൂ പുറത്തു പോകൂ രാജിവെക്കൂ കണ്ടില്ലേ ജീവനെടുത്തൽ കണ്ടില്ലേ നാരി നാരി പിണറായി നാരി നാരി പിണറായി ഇടിഞ്ഞു വീഴും നേരത്ത് ഞാൻ വണ്ടിപ്പോ പോവാ നമ്മളെ പാർട്ടിയുടെ കൊല്ലം മണ്ഡലം പ്രഭാരിയും ജില്ലാ ട്രഷററുമായ രാജപിള്ള ചേട്ടനെ സ്വാഗതം ചെയ്തു. അതേപോലെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിമാർ കൗൺസിലർമാർ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും BJP കൊല്ലം മണ്ഡല കമ്മിറ്റിയുടെ പേരിൽ സ്വാഗതം. പ്രിയപ്പെട്ടവരെ, ഭാരതീയ ജനതാ പാർട്ടി കൊല്ലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ അടിയന്തര സാഹചര്യത്തിൽ കേരളമാകെ പ്രതിഷേധം നടക്കുകയാണ്. ആലോചികൾ കേരളമാകെയുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിന്ന് ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്നത് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള വേണുഗോപാലനാണ്. പാർട്ടിയുടെ കൗൺസിലറും ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ശൈലജ ചേച്ചി, വൈസ് പ്രസിഡന്റായിട്ടുള്ള ശൈലജ ചേച്ചി, നമ്മുടെ മണ്ഡലം പ്രഭാരിയായിട്ടുള്ള രാജപിള്ള ചേട്ടൻ, ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള കുമാറും ഷിബു തുടങ്ങി ഇവിടെ വന്നിരിക്കുന്ന മണ്ഡലത്തിൻ്റെ ഏരിയയുടെയും വിവിധ ഭാരവാഹികളെ, പ്രിയപ്പെട്ടവരെ, നമ്മൾ വളരെ നാണക്കേടാണ് ഇന്നലെ 2 ദിവസമായിട്ട് കേരളം എന്ന് പറയുമ്പോൾ വളരെ നാണക്കേടുന്ന ഒരവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നത്. ഒരു വീട്ടമ്മ, ആ വീട്ടമ്മ ജീവിക്കാൻ വളരെ കഷ്ടപ്പെട്ട് ഒരു ദിവസം 300 രൂപ ജീവിക്കുന്ന പാവപ്പെട്ട ഒരു വീട്ടമ്മ, ആ വീട്ടമ്മ സ്വന്തം മോളുടെ ജീവൻ നിലനിർത്താൻ, ആ പെൺകുട്ടിക്ക് നല്ലൊരു ജീവിത ആരോഗ്യം കിട്ടാൻ വേണ്ടി നമ്മുടെ കേരളത്തിലെ നമ്പർ 1 എന്ന് പറയുന്ന ഒരു മെഡിക്കൽ കോളേജ്, കോട്ടയം മെഡിക്കൽ കോളേജിൽ ചെന്നപ്പോൾ ആ മെഡിക്കൽ കോളേജ് ഇടിഞ്ഞു വീണ് ആ അമ്മ മരിക്കേണ്ട ഒരു ഗതികേട്, ആ അമ്മയുടെ ദേഹത്ത് കല്ല് വീണ് ജീവച്ചോ അവസാന ശ്വാസം വലിക്കുന്ന വിവരത്തിൽ അതിന് മുകളിൽ ചവിട്ടി നിന്നുകൊണ്ട് കേരളത്തിൻ്റെ മന്ത്രിമാർ, ആരോഗ്യമന്ത്രിയും മറ്റ് വാസവൻ എന്നൊക്കെ പറയുന്ന മന്ത്രിമാർ എന്നെ മണ്ട ചവിട്ടിയെന്നുകൊണ്ട് പറയുക ഇവിടെ ഒരു പ്രശ്നവുമില്ല, ആരുമില്ലാത്ത ഒരു ഭാഗമാണ് ഇടിഞ്ഞു വീണത് എന്ന് പറയുന്ന ഗതികേട് കേരളത്തിൻ്റെ ജനത കണ്ടതാണ്. അതിനും ഒരാഴ്ച മുമ്പാണ് പറഞ്ഞത് നമ്മുടെ ഡോക്ടറായിട്ടുള്ള ഹാരിസ് പറഞ്ഞത് ഇവിടെ നമുക്ക് ആവശ്യത്തിന് ശസ്ത്രക്രിയ നടക്കുന്നില്ല, ശസ്ത്രക്രിയ മാറ്റിവെക്കേണ്ടി വരുന്നു തുടങ്ങിയ വിവിധ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, സർക്കാർ ഫണ്ടില്ല, ഇവിടെ തിരിഞ്ഞു നോക്കുന്നില്ല എന്നാണ്. അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ പിണറായി വിജയൻ ഭീഷണിപ്പെടുത്തിയ അവസാനം ആ ഭീഷണിയിലേക്ക് രക്ഷിക്കപ്പെടാണ്. അതിനു മേളിലേക്കാണ് ഈ വീട്ടമ്മയുടെ ജീവനെടുക്കുന്ന നാണം കെട്ട സംഭവം കേരളത്തിലുണ്ടായത്. സത്യത്തിൽ മണ്ഡലം പ്രസിഡന്റ് ശ്രീ സുരാജ്, ഈ മണ്ഡലത്തിൻ്റെ പ്രഭാരിയായ രാജപുളക്കണ്ട്, നമ്മുടെ പ്രിയപ്പെട്ട ശശികലാറാവു, മണ്ഡലത്തിൻ്റെയും ജില്ലയുടെ ഭാരവാഹികളെ, ജനാധിപത്യ വിശ്വാസികൾ, വളരെ അതിദാരുണമായ ഒരു അന്തരീക്ഷത്തിലാണ് ഇന്ന് കേരളം കടന്നുപോയിരിക്കുന്നതും നാം ഏവരും കഴിഞ്ഞുകൊണ്ടു. ആദ്യമായി കോട്ടയം മെഡിക്കൽ കോളേജിലെ ആ ഒരു ശുചിമുറി മരിച്ച ആ വീട്ടമ്മ, ആ ബിന്ദു എന്ന വീട്ടമ്മയ്ക്ക് ഭാരതീയ ജനതാ പാർട്ടി കൊല്ലം മണ്ഡലം ആദരാഞ്ജലികൾ. ഏറ്റവും പൈശാചികമായ ഒരു സംഭവം, കൊലപാതകമൊക്കെയാണ് നമ്മൾ പൈശാചികമായി കാണുന്നത്. ഇത് അതിലുമപ്പുറം മനുഷ്യന്റെ ജീവൻ വെച്ച് പന്താടുന്ന ഒരു ഭരണ സംവിധാനമുണ്ടെങ്കിൽ അത് ഈ ലോകത്ത് കേരളം എന്നൊരു സ്ഥലത്ത് മാത്രമേ കാണുന്നുള്ളൂ. മനുഷ്യന്റെ ജീവൻ വെച്ച് പന്താടുന്ന ഒരു നിഷ്ഠൂരമായ ഭരണ സംവിധാനം,
അത് കേരളത്തിൽ മാത്രമേ ഉണ്ടാകുള്ളൂ എന്ന് ഒന്നിനൊന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ സംഭവ വികാസങ്ങളെല്ലാം. ഒരു വീട്ടമ്മ തന്റെ മകളെ കൊണ്ടുവന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് അഡ്മിറ്റ് ചെയ്യുന്നു. മകളുടെ ചികിത്സാർത്ഥം മകൾക്ക് കൂട്ടിരിക്കുന്നു. ഒരു ദിവസം മകൾക്ക് കൂട്ടിരുന്നാൽ 300 രൂപ നഷ്ടമായി ആ കുടുംബത്തെ പോലും നോക്കാൻ കഴിയാത്ത ഏറ്റവും പാവപ്പെട്ടയായ ഒരു സ്ത്രീ. അവർ മകളുടെ ചികിത്സാർത്ഥം വരികയും അത് ശുചിമാക്കണം. ഇത്രമാത്രം ദുഃഖകരമായ ഒരു അവസ്ഥയിൽ കൂടിയാണ് കേരളം കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ഒരു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസ് വളരെ നല്ലൊരു ഡോക്ടർ, കൂലിക്കാരനല്ല, അഴിമതിക്കാരനല്ല. അതുകൊണ്ടാണ് ഡോക്ടറെ ഇപ്പോഴും വേട്ടയാടാതെ നിൽക്കുന്നത്. അദ്ദേഹം ഒരു അഴിമതിക്കാരനല്ല. അദ്ദേഹം അവസാനം തുറന്നു പറയേണ്ടി വന്നു, ഇതിന്റെ പേരിൽ രാജിവെച്ചാൽ ഞാൻ രാജിവെക്കാൻ തയ്യാറാണ്. പക്ഷേ പാവപ്പെട്ട ജനത ഇവിടെ അനുഭവിക്കുന്നു, ഓപ്പറേഷൻ നടത്താൻ പറ്റാതെ അനുഭവിക്കുന്നു. ഓപ്പറേഷൻ തിയേറ്ററിൽ വന്ന് മണിക്കൂറുകളോളം ദിവസങ്ങളോളം ആഴ്ചകളോളം കാത്തു കിടന്നിട്ട് പോലും അവർക്ക് ഓപ്പറേഷനുള്ള സംവിധാനം ഉണ്ടാക്കുന്നില്ല. എന്തുകൊണ്ടാണ്? അത് കേരളത്തിന്റെ ഓരോ ജനവിഭാഗവും കേരളം ഭരിക്കുന്ന ഭരണാധികാരികൾ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. എന്തുകൊണ്ടാണ് എന്റെ സുഹൃത്തുക്കൾക്കും എന്റെ അച്ഛനും എന്റെ അമ്മയ്ക്കും എന്റെ സഹോദരനുമൊക്കെ മെഡിക്കൽ കോളേജിൽ വന്ന് അഡ്മിറ്റ് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് അവരുടെ ചികിത്സ നടക്കുന്നില്ല? ചോദിക്കേണ്ട ചോദ്യമാണ്. ഇത്തരം സംവിധാനങ്ങളില്ലയോ? എവിടെ പോയി ഈ കാശുകളെല്ലാം? രാഷ്ട്രീയം നിറഞ്ഞ മന്ത്രിമാർ, അതായത് കേന്ദ്രം കൊടുക്കുന്ന ഒരു MOയും ഒപ്പിടില്ല എന്ന് പറഞ്ഞുകൊണ്ട്, കേന്ദ്ര ഭരണത്തിന് കീഴിൽ കിട്ടേണ്ട ഒരു ആശ്വാസ ധനവും കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട്, യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് എന്നുള്ള സർട്ടിഫിക്കറ്റ് എന്താണെന്ന് പോലും പറഞ്ഞുകൂടാതെ, വിദ്യാഭ്യാസമില്ലാത്ത വിദ്യാഭ്യാസം. ജയ് ജയ് ഭാരത് മാതാ, ജയ് ജയ് ഭാരത് മാതാ. ജില്ലാ സെക്രട്ടറി കൗൺസിലറായിട്ടുള്ള ശൈലജ ചേച്ചി, ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ്, മണ്ഡലം പ്രസിഡന്റ് രാജു, ഇവിടെ പ്രമുഖരായിരിക്കുന്ന പാർട്ടിയുടെ നേതാക്കന്മാർ, വളരെയധികം ദുഃഖകരമായ അവസ്ഥയിലൂടെയാണ് കേരളം കടന്നുപോകുന്നത്. ആതുര സേവന രംഗത്ത് കേരളം നമ്പർ 1 എന്ന മുദ്രയൊഴിച്ചുകൊണ്ട് ഇന്ന് പാവപ്പെട്ട ജനങ്ങളെ കശാപ്പ് ചെയ്യുന്ന രീതിയിലേക്കാണ് ഇന്ന് കേരളം കടന്നുപോകുന്നത്. നമുക്കറിയാം, ഈ കൊല്ലം ജില്ലയിൽ തന്നെയുള്ള കൊല്ലം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിന്റെ അവസ്ഥ. ഇന്ന് കോട്ടയത്താണെങ്കിൽ, അല്ലെങ്കിൽ ഇന്നലെ കോട്ടയത്താണെങ്കിൽ, ഏകദേശം നാളെയോ മറ്റന്നാളോ ഇടിഞ്ഞു വീഴാറായ ഒരു ബിൽഡിംഗാണ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ. നമ്മൾ നിരന്തരം പല സമരങ്ങളും അവിടെ സംഘടിപ്പിക്കാറുണ്ട്. അതിന്റെ HLC അംഗം കൂടിയാണ് ഞാൻ. നിരവധി തവണ ഹോസ്പിറ്റലിന്റെ അവസ്ഥകൾ നിങ്ങൾക്കറിയാം. ഒരു OP ടിക്കറ്റ് എടുക്കണമെങ്കിൽ പോലും പാവപ്പെട്ടവർക്ക് രാവിലെ 6 മണിക്ക് വന്ന് ഉച്ചയ്ക്ക് 12 മണിയാവുമ്പോഴാണ് അവർക്ക് OP ടിക്കറ്റ് കിട്ടുന്നത്. ഒരു 10 രൂപ കൊടുത്തുകൊണ്ട് കൊട്ടാരക്കരയിൽ നിന്നും അവിടെ നിന്നും ഇവിടെ നിന്നും, കാരണം കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ അവർക്ക് ചികിത്സ കിട്ടാതെ വരുമ്പോഴാണ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിനെ ആശ്രയിക്കുന്നത്. ഇവിടേക്ക് വരുമ്പോൾ പാവപ്പെട്ടവരെ കിടത്താൻ പോലും സൗകര്യമില്ലാതെ, അവരെ ഒരു അത്യാസന്ന നിലയിൽ വരുന്ന ഒരാൾക്ക് ആ സാമാന്യ മര്യാദ അനുസരിച്ച് ചികിത്സ കൊടുക്കാതെ അവരെ അപ്പോൾ തന്നെ മെഡിക്കൽ കോളേജിലേക്കും വാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്കും മാറ്റുന്ന ഒരു സംവിധാനം. അതിന്റെ പ്രധാന കാരണം ഇവിടെ തലപ്പത്തിരിക്കുന്ന നേതാക്കളുടെ മക്കളാണ് ഇവിടെ ഡോക്ടർമാരായിട്ട് വൻ തുക കൊടുത്തുകൊണ്ട് ചൈനയിൽ പോയി പഠിച്ചിട്ട് ഇവിടെ വന്നൊരു ടെസ്റ്റ്, കാരണം ഇവിടെ ടെസ്റ്റ് ആളിക്കത്തി പടരട്ടെ, വീണ ജോർജ് കത്തട്ടെ, കത്തി കത്തി തീരട്ടെ, ജീവനെടുത്തൊരു സർക്കാര്, ജീവനെടുത്തൊരു സർക്കാര്, കത്തി കത്തി തീരട്ടെ, കത്തി കത്തി തീരട്ടെ, പ്രതിഷേധം പ്രതിഷേധം, BJPയുടെ പ്രതിഷേധം, ആളിപ്പടരും പ്രതിഷേധം, ആളിപ്പടരും പ്രതിഷേധം, കത്തട്ടങ്ങനെ കത്തട്ടെ, ജീവനെടുത്തൊരു നാരികളെ, ജീവനെടുത്തൊരു നാളികളെ, കത്തി കത്തി തീരട്ടെ, കത്തി കത്തി തീരട്ടെ, കത്തി കത്തി തീരട്ടെ, ആളിക്കത്തി തീരട്ടെ, ആളിക്കത്തി തീരട്ടെ, ആളിക്കത്തി തീരട്ടെ, ആളിക്കത്തി തീരട്ടെ. ജയ് 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 BJP, ജയ് 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 BJP, ജയ് 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 ഭാരത് മാതാ, ജയ് 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 ഭാരത് മാതാ. വീണ വീണ വീണ
ജോർജ് ജീവനെടുത്തൊരു വീണ ജോർജ് ജീവനെടുത്തൊരു വീണ ജോർജ് കത്തട്ടെ അങ്ങനെ കത്തട്ടെ കത്തി കത്തി തീരട്ടെ ഇല്ല ഇല്ല മാപ്പില്ല വീണ വീണ മാപ്പില്ല പിണറായി വിജയ മാപ്പില്ല പിണറായി വിജയ മാപ്പില്ല പാവപ്പെട്ടൊരു കേരള ജനത ജീവനെടുത്തൊരു സർക്കാരെ ജീവനെടുത്തൊരു സർക്കാരെ ആതുര സേവന രംഗത്തെ തള്ളി തള്ളി മറിച്ചവരെ ഇമ്പ് പറഞ്ഞു നടന്നവരെ ഇല്ല ഇല്ല മാപ്പില്ല വീണ വീണ മാപ്പില്ല വീണ വീണ മാപ്പില്ല ഇല്ല ഞങ്ങൾ പിന്നോട്ടില്ല പ്രതിഷേധത്തിൻ കാലയുഗത്തെ വരുന്നു ഞങ്ങൾ ബി ജെ പി വരുന്നു ഞങ്ങൾ ബി ജെ പി കത്തിക്കും വീണ ജോർജ് കത്തിക്കും കത്തി കത്തി പണതിക്കും